ഹായ് ഫ്രണ്ട്സ്, കംപ്ലീറ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിൻ്റെ 30ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി നേരെ കളമച്ച പോവാണ്. അവിടെ നിന്ന് അപ്പച്ചി നമ്മളെല്ലാവരും കൂടി കടുവാപ്പള്ളി പോവാണ് കേട്ടോ. ഇവിടെ ആറ്റിങ്ങൽ കുറച്ചപ്പുറത്ത് കടുവാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോവാണ്. സ്ഥലത്തല്ല, കടുവാപ്പള്ളി നമ്മൾ പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മളിന്ന് വൈകിട്ട് ഇനി വരും. നാളെ എന്തോ കർക്കിടക വാവ് ആണ്. അപ്പം ഇനി വന്നിട്ട് എന്തോ ഇങ്ങനെ ഈ മരിച്ചവർക്ക് എന്തോ ഇങ്ങനെ വെച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ പരിപാടികളുണ്ട്. നമ്മൾ ഇന്ന് വരും. ഇല്ലേതെങ്കിൽ നമ്മൾ കളമച്ച തന്നേനെ. അപ്പോൾ നമ്മൾ ഇനി വരും. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോകൾ ഓരോന്നും നിരന്നിട്ട് കാണാം. അങ്ങനെ കടുവാപ്പള്ളി എത്തി. എന്നിട്ട് പച്ചപ്പട്ടും പിന്നെന്തോ മുല്ലപ്പൂവും ചന്ദനത്തിരി അത് ഒരു സെറ്റോട് ഇങ്ങനെ മേടിക്കുന്ന കേട്ടോ, 100 രൂപയാണ്. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോയി. ഇതാണ് കടുവാപ്പള്ളി. എനിക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്ന നേരത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്തോ കാണുന്ന പച്ചിലകളിലൊക്കെ ഇങ്ങനെ പിടിച്ച് പോകുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കുത്സിത പ്രവൃത്തികൾ കാണിക്കുന്നത് നമ്മളൊരു ശീലമായിപ്പോയി. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇവിടെ വരെ വന്നിട്ട് എനിക്ക് ഞാനുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ എനിക്ക് ഓർമ്മ വന്നു, പിന്നെ ഓടി വന്ന് തിരിച്ചു വന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. എന്നിട്ടും ഇതൊന്നും പോരാത്ത എനിക്ക് എല്ലാ വീഡിയോ നല്ലോണം കിട്ടണം, കുറേ വീഡിയോ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എടുത്തണം. അതിൻ്റെ അപ്പച്ചീരെ കോഷ്ടികൾ ഇതായിരുന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ അച്ചാമ്മ നല്ല അടിപൊളി കടുമാങ്ങ ഇടുന്നു കേട്ടോ. കടുമാങ്ങ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർക്കിടക വാവാണ്. അപ്പം നമ്മുടെ ഇവിടെ വീട്ടിലേക്കും പിന്നെ അച്ചാമ്മയുടെ അവിടെ വീട്ടിലേക്കും കൂടി അച്ചാമ്മ ഒത്താണ്ടിരുന്ന ഇഞ്ചി നാരങ്ങ മാങ്ങയൊക്കെ അച്ചാമ്മ ഒത്തിടും. അപ്പോൾ പകുതി നമ്മൾ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അച്ചാമ്മ നല്ല അടിപൊളി കടുമാങ്ങ ഇടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഇഞ്ചി ഇടാനായിട്ട് ഇഞ്ചി മൂപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഇഞ്ചി മൂപ്പിച്ചിട്ട് അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അച്ചാമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പോയി അച്ചാമ്മ നാരങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് അതും കൂടി പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചുമ്മാ കിണ്ടുന്നതന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പിഴുന്നതല്ല, കിണ്ടിക്കൊളായി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നെ പറയും, ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ പറയും. അതുകൊണ്ട് ഞാൻ ഒന്ന് നൈസിന് ചുമ്മാ കിണ്ടി അച്ചാമ്മയോട് ചോദിച്ചിട്ടാണ് കേട്ടോ പോയി കിണ്ടിയത്. പിന്നെ ഇതൊന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൂടാ, അത് അങ്ങനെ എന്തോ അച്ചാമ്മ പറഞ്ഞായതുകൊണ്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. എന്നിട്ട് അതിനെക്കാട്ടി എനിക്ക് അത്ഭുതകരമായി തോന്നിയത് ഇങ്ങനെ 2 മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് അതിലൊരു ഏണിയിട്ട് ഒരാൾ കയറുന്നൊരു കാഴ്ച കണ്ടു. സത്യം പറഞ്ഞാൽ എന്തോ ഒരു അത്ഭുതം കണക്ക് എനിക്ക് തോന്നി. അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എന്നെ കണക്ക് ചിക്കൻ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൂക്കും പൊത്തി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അതിൻ്റെ ഇവിടുത്തെ സ്മെല്ല് പിടിക്കത്തൊന്നുമില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് അച്ഛമ്മ ഞാൻ പോകുന്ന ടൈമിൽ ചിക്കൻ മേടിക്കാൻ പോകുന്ന ടൈമിൽ അച്ഛമ്മ ഇഞ്ചി മൂപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് വന്നപ്പോൾ ഇഞ്ചി സെറ്റായി കേട്ടോ. അച്ഛമ്മ ഇടുന്ന ഇഞ്ചിയുടെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തുകൂടാ, നാളെ ടേസ്റ്റ് ചെയ്യാവുള്ളൂ. അങ്ങനെ വീട്ടിൽ തിരിച്ച് വന്ന് കയറി ഒന്ന് ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്ക് ടൈഗർ ഇങ്ങനെ ഒന്ന് ദയനീയ അവസ്ഥയിലിരുന്ന് എന്നെ വിളിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് താടി, എനിക്ക് കഴിക്കാനായിട്ട് താടി ഇങ്ങനെ എന്നെ ചുരണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം കൊച്ച് കുറേ നേരം എന്നെ ഇങ്ങനെ ചുരണ്ടി വിളിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും താടി കൂറേ എന്തെങ്കിലും താന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. കണ്ടാവും സത്യം പറഞ്ഞാൽ പാവം തോന്നി. പിന്നെ ഇവൻ വല്ല വീടിനകത്ത് കയറിയത് കണ്ടാൽ എന്നെ അമ്മ വെട്ടിക്കൊല്ലും. അമ്മ പറഞ്ഞു ഇവനെ വീട്ടിനകത്ത് കയറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവനെ ഞാൻ വലുതായിട്ട് അടുപ്പിക്കില്ല, വലുതായിട്ട് അടുപ്പിച്ച ആൾ ശരിയാവില്ല. ഇവന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചുരണ്ടി വിളിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും കഴിച്ച് തീർന്ന ഉടനെ വീണ്ടും ചുരണ്ടി വിളിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ കുട്ടിക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മീനിൻ്റെ വെള്ളം മാറ്റണം എന്ന് വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റിയില്ലെന്നല്ല, സമയമില്ലെന്നല്ല, മടി കാരണം ഞാൻ മാറ്റിയില്ല. അതാണ് സത്യത്തിൽ വാസ്തവമായിട്ടുള്ള കാര്യം. അതാണ് ഇതാണ്ട പാവം എൻ്റെ മീൻകുട്ടന്മാർ ചെറിയ അവസ്ഥയിലൊന്നും അല്ല, ഇത്തിരി ഭയങ്കര പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ വെള്ളം മാറ്റാതെ ഇപ്പോൾ ഒരു മാസത്തോളമെങ്കിലും ആവത് വെള്ളം മാറ്റിയിട്ട്. അപ്പം ഞാൻ എന്തായാലും വെള്ളം മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളം മാറ്റാനായിട്ട് ഞാൻ പോകുന്നത്. അമ്മതാ അതിനെക്കാട്ട് വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അമ്മതാ ഈ സോഫയിലൊക്കെ കയറി വല അടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഒന്നും നോക്കിയില്ല, അമ്മ സോഫയുടെ മണ്ടയിൽ കയറി നിന്ന് തുറപ്പുണ്ട് വല അടിക്കൽ പരിപാടിയാണ് ഈ നടക്കുന്നത്. പൊടി വലയല്ല പൊടി. എത്തൂലമ്മ, ഞാൻ അടിച്ചുതരാം.
അങ്ങനെ പിന്നെ അമ്മ ഒരു വലിയ ബാഹുബലി കണക്ക് പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പെട്ടെന്ന് അടിച്ച് വലയല്ല പൊടി അടിച്ചടിച്ച് മാറ്റി. എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പണ്ട് കൊച്ചിലാണ് ഹീമാനാണ് എനിക്ക് ഓർമ്മ വന്നത്. കാർട്ടൂൺ ഹീമാൻ കണ്ടിട്ടുള്ളവരൊന്നും അതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു അടിപൊളി ചായ ഒഴിക്കുക അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഒഴിച്ചത് കുളമാക്കി കളഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അടുത്ത എൻ്റെ പണികളങ്ങ് തുടങ്ങാൻ, അതായത് രാത്രി ചപ്പാത്തി ഞാൻ പൊരിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എന്നാൽ ശരി നിൻ്റെ പണി അത് തന്നെ, നീ എന്നാൽ ചപ്പാത്തി പൊരിക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ അപ്പോഴത്തേക്ക് മറ്റേ ചായയും കുടിച്ചിട്ട് അത് ചപ്പാത്തി പൊരിക്കാൻ അമ്മ ഈ പണി തന്നതുകൊണ്ട് ഇത് ചെയ്യുന്നു. ഇല്ലേന്നെങ്കിൽ ഞാൻ നേരെ പോയി അത് മീനിൻ്റെ വെള്ളം മാറ്റി. എന്നെ ഈ അമ്മ മാറ്റാൻ താമസിച്ചില്ല. പിന്നെ നേരെ മുകളിലോട്ടൊന്ന് നോക്കി, അവിടെ അത്ര ഭാഗം പൊളിഞ്ഞിരിക്കുന്നത് കണ്ടു. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരി പിടിച്ചിട്ട് ഈ പൂശിയ സമയത്ത് എന്തോ ഇങ്ങനെ കരി ഉള്ളത് കൊണ്ട് ഇങ്ങനെ എന്തോ പറ്റിയ എന്തോ സംഭവം. എൻ്റെ അമ്മയുടെ മണ്ടയിൽ കൂടി ഇത് പൊളിഞ്ഞു വീഴാത്ത എന്തോ നല്ല ഭാഗ്യമായിരുന്നു. എൻ്റെ അമ്മ ജസ്റ്റ് മാറിയ സമയത്ത് ഇത് വന്ന് ഈ പൊളിഞ്ഞു വീണതൊക്കെ അതൊക്കെ വലിയ കഥ. അതൊക്കെ പോട്ടെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.